ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗൃഹശുദ്ധി. ഗൃഹശുദ്ധിക്ക് വേണ്ടിയിട്ടും ഏകദേശം 2 പദ്യങ്ങളാണ് ഗുരു മാറ്റിവെച്ചിട്ടുള്ളത്. അന്തസൂര്യാംശു സമ്പാദക ശുദ്ധവായു സമാശ്രയഃ അശുചിദ്രവ്യ നിഷ്കാസ സർവതോ നിത്യമാർജനം പര്യന്തേ മൂത്രവിഷ്ടാദേ അനുത്സർഗ സുഗന്ധിഭിഃ സായം പ്രാതർധൂപനം ച ഗൃഹശുദ്ധികരാണി ഷഡ്. സൂര്യാംശ സമ്പാദഃ, ഗൃഹത്തിൻ്റെ അന്തർഭാഗത്ത് സൂര്യപ്രകാശം കടക്കണം. നമ്മുടെ വീടിനുള്ളിൽ സൂര്യപ്രകാശം വരണം. സൂര്യപ്രകാശത്തിനോളം ശുദ്ധി ചെയ്യാൻ കഴിയുന്ന വേറെ ഒന്നുമില്ല. സൂര്യപ്രകാശം കടക്കാത്ത വീട് എപ്പോഴും അശുദ്ധിയുള്ള വീടായിരിക്കും. ഇത് വാസ്തുവിദ്യയുടെ അടിസ്ഥാന പ്രമാണമാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വീടിൻ്റെ അടിസ്ഥാന വാസ്തുവിദ്യയിൽ, വാസ്തുജ്ഞാനത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പഞ്ചഭൂതങ്ങളിൽ വെളിച്ചത്തിനുള്ള പ്രാധാന്യം, വായുവിനുള്ള പ്രാധാന്യം, ഞാൻ നേരത്തെ പറഞ്ഞു ജലത്തിനുള്ള പ്രാധാന്യം, ആകാശത്തിനുള്ള പ്രാധാന്യം, ഭൂമിക്കുള്ള പ്രാധാന്യം. ഈ പഞ്ചഭൂതങ്ങളുടെ വേണ്ട വിധത്തിലുള്ള ചേരുവയായിട്ട് വീട് മാറണം. അകത്ത് സ്പേസ് ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അകത്തെ സ്പേസാണ് ആകാശം എന്ന് പറയുന്നത്. വീടിനകത്ത് ഒരുപാട് വസ്തുക്കൾ കുന്നുകൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വീട് തന്നെ ദുരിതം ഉണ്ടാക്കും. വീട്ടിൽ ഒരിക്കലും വസ്തുക്കൾ കുന്നുകൂട്ടി വയ്ക്കരുത്. പകരം ഒരുപാട് സ്പേസ് തോന്നിപ്പിക്കണം നമുക്ക്. വീടിനകത്ത് ആകാശം ഉണ്ടായിരിക്കണം. എല്ലാവരും കൂടി ഇതിനകത്ത് തിങ്ങി നിറഞ്ഞ് ഇടുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിമ്മിട്ടം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയാണ് വീടിൻ്റെ അകത്ത് സ്പേസ് സൃഷ്ടിക്കണം. വീടിനകത്ത് അനവധി മുറികൾ ഉണ്ടാക്കിയിടരുത്. ഇപ്പം കയറി വരുന്നത് ഒരു സിറ്റ് ഔട്ട്, പിന്നെ ഒരു ഡ്രോയിങ് റൂം, പിന്നെ ഒരു ഡൈനിങ് ഹാള്. ഇതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഒറ്റ ഹാളാക്കണം. അതെല്ലാം അത് സ്പേസ് ഉണ്ടാകും. ഇനി സെപ്പറേറ്റ് അടുക്കള വേണമെന്നുമില്ല. നമുക്ക് സിറ്റ് ഔട്ടും ഡ്രോയിങ് റൂമും ഡൈനിങ് ഹാളും അടുക്കളയും ഒരൊറ്റ ഇതിലേക്ക് കൊണ്ടുവരാം. അത്ര സ്പേസ് ഉണ്ടായെന്നറിയാമോ? ആ വീട്ടിൽ മതിലുകൾ അതിൻ്റെ ഉള്ളിൽ കുറയ്ക്കണം. അത് ആ സ്പേസ് ഫീലിംഗ് കൂട്ടിത്തരും നമുക്ക്. അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ ആ വീട്ടിലെല്ലാവർക്കും നിന്ന് തിരിയാനുള്ള സ്പേസ് അവിടെയുണ്ട്. അത്രയും സ്പേസ് നമുക്ക് വേണം. അത് ആ വീടിനുള്ളിലേക്ക് ആകാശം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വെളിച്ചം. ആ ഹാളിലേക്കും മുറികളിലേക്കൊക്കെ വെളിച്ചം കടക്കണം. അതിന് ജനലുകൾ ആവശ്യമുണ്ട്. ജനലുകൾ മാത്രം ഉണ്ടായാൽ പോരാ, വെളിച്ചം കടന്നു വരുന്ന രീതിയിൽ വേണം ഒരു വീടിൻ്റെ മുഖം ഒരുക്കാനായിട്ട്. എവിടെ നിന്നാണ് വെളിച്ചം വരുന്നത്? കിഴക്ക് നിന്നാണ് വെളിച്ചം വരുന്നത്. ഉണർന്നു വരുമ്പോൾ, ആ ഉണർന്നു വരുമ്പോൾ പ്രഭാത സൂര്യൻ്റെ വീജികൾ വന്ന് നമ്മുടെ മുറികളിൽ വീഴണം. കിടപ്പ് മുറിയിൽ വീഴണം, അടുക്കളയിൽ വീഴണം, ഹാളിൽ വീഴണം. എന്നാൽ ആ വീട് ശുദ്ധമായിട്ട് തീരും. അത് ആരോഗ്യകരമായ വീടാണത്. ഹെൽത്തി ഹോമായിട്ടത് മാറുന്നു. ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഒരു വീട്ടിലേക്ക് വെളിച്ചം കടക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ മിക്കവാറും രോഗം ഉണ്ടാകും. 5 വർഷം ആ വീട്ടിൽ താമസിച്ചാൽ മതി അയാൾ രോഗിയായിട്ട് തീരാനായിട്ട്. ഗുരു പറയുന്നത് ശാസ്ത്രീയമായ രീതിയിലാണ്. സൂര്യാംശ സമ്പാദഃ, വീടിൻ്റെ അകത്ത് സൂര്യപ്രകാശം തട്ടണം. സൂര്യപ്രകാശം തട്ടണമെങ്കിൽ ജനലുകൾ തുറന്നിട്ട് കൊടുക്കണമെന്ന്. അടുത്തത് പറയുന്നു ശുദ്ധവായു സമാശ്രയഃ, ശുദ്ധവായു പ്രവേശിക്കുന്നതിന് പര്യാപ്തവുമായിരിക്കണമെന്ന്. വീട് നിർമ്മിക്കുമ്പോൾ വായു കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനലുകൾ അടച്ചിടും. പക്ഷെ അത് അനാരോഗ്യകരമാണ്. രാത്രി നിങ്ങൾക്ക് ജനൽ അടച്ചിട്ടാലും രാവിലെ തുറന്നിട്ടേക്കണം. അത് രാവിലെ ജനലുകളെല്ലാം തുറന്നിടണം.
വൈകുന്നേരമാകുമ്പോൾ അടയ്ക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമാണ് ആ വീട്ടിൽ വായു സഞ്ചാരം ഉണ്ടാവുകയുള്ളൂ. വായു സഞ്ചരിച്ചില്ലെങ്കിൽ ആ വീട്ടിലെ നമ്മൾ പുറത്തു വിടുന്ന വായു, ഉച്ഛസിച്ച് വിടുന്ന വായുവിലെ നെഗറ്റിവിറ്റി മുഴുവനും അതിൽ കെട്ടിക്കിടക്കുക വീട്ടിൽ. അപ്പോൾ വീട് എന്നത് നമ്മളുടെ അഭ്യുന്നതിയുടെ ഒരു ഇടമാണ്. നമ്മൾ എങ്ങനെ വീടിനോട് പെരുമാറുന്നുവോ അതനുസരിച്ച് വീട് നമ്മളോട് പെരുമാറും. നമുക്ക് അനുകൂലമായ ജീവിത സാഹചര്യങ്ങളെ വീട് തന്നെ നമുക്ക് തയ്യാറാക്കി തരും. അപ്പം എല്ലാ ദിവസവും പ്രകാശം വീട്ടിലേക്ക് വീഴുന്ന രീതിയിൽ കർട്ടനുകളൊക്കെ ഒന്ന് മാറ്റി ജനലുകൾ തുറന്നിട്ട് കൊടുക്കണം. എല്ലാം ആ ഹെൽത്തി ഹൗസാണതപ്പോൾ. ഇനി പറയുന്നു അശുചി ദ്രവ്യ നിഷ്കാസഹ. ചീത്ത സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ നിർമാർജനം ചെയ്യണം. വേണ്ട രീതിയിൽ അതിനെ വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അതിനെ കളയണം. ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ അതിനെ വളമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ബയോഗ്യാസ് ആക്കി മാറ്റുകയോ അതിൻ്റെ വേസ്റ്റ് സ്ലറി എടുത്ത് കൃഷിക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. അല്ലാത്തവയാണെങ്കിലും എടുത്ത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റണം. ഒരിക്കലും ഒരു സാധനവും ആവശ്യമില്ലെങ്കിൽ നാളെ ആവശ്യമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുന്നുകൂട്ടി വെക്കരുത്. കാലക്രമത്തിൽ അതൊരു ഭാരമായിട്ട് തീരുന്നു. അതൊരു ശീലമായിട്ട് മാറും. ജഡവസ്തുക്കളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും നമുക്കത്. ഒരുപാട് വസ്തുക്കളോട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. ചെറിയ ഒരു വസ്തു അത് എടുത്തു വയ്ക്കും. വാസ്തവത്തിലൊരു ആവശ്യവുമില്ല. അത് എന്നെങ്കിലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട്, എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ആവശ്യം വരില്ല. അപ്പോൾ വേസ്റ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. വേസ്റ്റ് കുന്നുകൂട്ടി മുറിയുടെ ഉള്ളിൽ വയ്ക്കരുത്. അതിനുവേണ്ടി വേറെ സ്പേസ് ഉണ്ടാകണം. മുറിയുടെ അകത്തൊന്നും അങ്ങനെ കുന്നുകൂട്ടാൻ പാടില്ല. നല്ലവണ്ണം സ്പേസ് ഉണ്ടായിരിക്കണം. കൺവീനിയൻസ് അങ്ങനെയാണ് വരുത്തുന്നത് നമ്മൾ. അപ്പോൾ അശുചി ദ്രവ്യ നിഷ്കാസഹ. എന്നാൽ ആ വീടിനെ നമുക്ക് കുറേയും കൂടിയും മനോഹരമാക്കാനായിട്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് മുറിയിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ വീടുകളുടെ ഉള്ളിൽ മനോഹരമായ ചിത്രങ്ങളോ ദേവീദേവന്മാരുടെ ചിത്രങ്ങളോ ഗുരുക്കന്മാരുടെ പടങ്ങളോ ഒക്കെ വയ്ക്കണം. അത് കാണുമ്പോൾ നമുക്ക് നല്ല മെസ്സേജുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം. അതൊക്കെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കും. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും മുറിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അതും എടുത്തു മാറ്റണം. സർവതോ നിത്യമാർജനം. നിത്യവും അടിച്ചു വൃത്തിയാക്കണം മുറികൾ. അതാണ് പറയുന്നത്. നിത്യം സ്നാനം എന്ന് പറഞ്ഞതുപോലെ തന്നെ നിത്യം ചെയ്യേണ്ട കർമ്മങ്ങളിലൊന്നാണ് ഗൃഹം എന്നും അടിച്ചു വൃത്തിയാക്കണം. അടിച്ചു വൃത്തിയാക്കുമ്പോൾ ഗൃഹത്തിൻ്റെ ഓരോ ഇടത്തും നമ്മുടെ മനസ്സ് പതിയും. നമ്മുടെ മനസ്സ് പതിയുന്നിടത്ത് ഗൃഹത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. മനസ്സ് പതിയാത്ത ഇടങ്ങളിലാണ് നെഗറ്റീവ് എനർജി തളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ എന്നും വീട് അടിച്ച് വൃത്തിയാക്കണം. അടുത്തത് പറയുന്നു പര്യന്തേ മൂത്രവിഷ്ടാദേ. പരിസരങ്ങളിൽ മലം മൂത്രം ഇവയൊന്നും അനുത്സർഗ വിസർജിക്കാതിരിക്കുക. വീടിൻ്റെ ചുറ്റും മൂത്രമൊഴിക്കുക, വിസർജിക്കുക. ആദ്യകാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അത് ഒരു 100 വർഷം മുമ്പൊക്കെ കക്കൂസുകൾ ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റുകൾ ഇന്നത്തെ പോലെയുള്ള യൂറോപ്യൻ ക്ലോസറ്റോ ഇന്ത്യൻ ക്ലോസറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് മലവിസർജനത്തിനായിട്ട് കുഴികളാണ് ആളുകൾ കുഴിച്ചിരുന്നത്. ആ കുഴികളിൽ പോയിട്ട് അതിൻ്റെ മുകളിൽ ഒരു തടുക്കൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നാണ് വിസർജനം ചെയ്യുന്നത്. ചിലർ വെളിക്ക് പോകുന്നു. വെളിക്ക് പോകുക എന്നുള്ള പദം ഇന്നില്ല അധികം. പക്ഷെ ഒരു കാലത്ത് വെളിക്ക് പോകുക എന്ന് പറയും. ഇന്നതൊക്കെ മാറി. ഇന്ന് വീടിൻ്റെ ഉള്ളിൽ തന്നെ ബെഡ്റൂമിനോട് ചേർന്ന് നല്ല ടോയ്ലറ്റുകളൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നു. ഇന്ന് മിക്കവരുടെയും വീട്ടിൽ അടുക്കളയേക്കാളൊക്കെ വൃത്തിയുള്ള ടോയ്ലറ്റുകളുണ്ട്. നല്ല ബെഡ്റൂമിനേക്കാളും വൃത്തിയുള്ള ടോയ്ലറ്റുകളുണ്ട്. വാസ്തവത്തിൽ അതൊരു നല്ല കൺവീനിയൻസ് ആണ്. പക്ഷെ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഒന്ന്,
ടോയ്ലറ്റിൻ്റെ ജനലുകൾ എന്നും തുറന്ന് ഇട്ട് അത്, അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റ് ഫാൻ അതിലെപ്പോഴും ഉണ്ടായിരിക്കണം. വർക്ക് ചെയ്യിക്കണം. അത് എക്സോസ്റ്റ് ഫാനിലൂടെ അതിലെ ജഡമായ വായുവിനെ അത് നിർമാർജനം ചെയ്യും. പര്യന്തേ മൂത്രവിഷ്ടാദേ അനുത്സർഗ സായം പ്രാതഃ ച സുഗന്ധിഭിഹി ധൂപനം ച. വൈകിട്ടും രാവിലെയും സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് പുകയ്ക്കണം വീടിനുള്ളിൽ. ഷഡ് ശുദ്ധികരാണി, 6 ഗൃഹശുദ്ധീകരണങ്ങളാണ്. ഏതൊക്കെ 6 പറഞ്ഞിട്ടുള്ളത്? വീടിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശം കടക്കണം, ശുദ്ധവായു കടക്കണം, ചീത്ത സാധനങ്ങൾ വീട്ടിൽ നിന്ന് മാറ്റണം, എല്ലായിടവും അടിച്ച് വൃത്തിയാക്കണം, പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, വൈകിട്ടും രാവിലെയും സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കണം. ഈ 6 കാര്യങ്ങളാണ് പരിസര ശുദ്ധിക്കും ഗൃഹശുദ്ധിക്കുമായിട്ട് ഗുരു പഠിപ്പിച്ചു തരുന്നത്.